പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മതബോധന ടീച്ചർ അദ്ദേഹം പല രീതിയിൽ പല ചിന്തകളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ പ്രധാനമായും 4 ചോദ്യങ്ങളായിരുന്നു. നമ്മളൊരു ചോദ്യത്തിന് മാത്രമേ അഡ്രസ്സ് ചെയ്തുള്ളൂ. അപ്പോൾ മറ്റൊരു ചോദ്യമായിരുന്നു, എന്തിനാണ് വീണ്ടും വീണ്ടും അനുദിനം ബലിയർപ്പിക്കുന്നത്? അത് ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനം അതിൻ്റെ 9ഉം 10ഉം അധ്യായങ്ങൾ, എന്നേക്കുമുള്ള ഏകബലി എന്ന് 10ാം അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് കാണാം. മാത്രമല്ല പഴയ ബലിയും പുതിയ ബലിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഹെബ്രായ ലേഖകനിലൂടെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ചോദിച്ചത്, എന്തിനാണ് അനുദിനം ബലിയർപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? അത് ശരിയാണോ? അത് ബൈബിൾ അടിസ്ഥാനമാണോ? ഇത്തരം ചിന്താഗതികളാണ് ഒരുപക്ഷെ ആ യുവാവിനെ ക്രിസ്തീയ സഭയിൽ നിന്ന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് അകറ്റി മറ്റൊരു താവളത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്തത്. അദ്ദേഹത്തിൻ്റെ സംശയം തീർക്കാൻ ഒരുപക്ഷെ അദ്ദേഹം ആരോടും ചോദിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞാനും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ചാടിപ്പിടിഞ്ഞൊരു തീരുമാനം എടുക്കുമ്പോഴാണ് ഇത്തരം അവിവേകങ്ങൾ സംഭവിച്ചു പോകുന്നത്. എനിവേ, അദ്ദേഹം ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്ന പല യുവാക്കളുടെ ഇടയിലുമുള്ള ചോദ്യമാണ്. ഞാൻ ഈ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ആ യുവാവിന് ഞാൻ കൃത്യമായ മറുപടി കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് ആ ഓഡിയോ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ അതിന് ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിനൊരു മുതിരാത്തത്. മാത്രമല്ല ഇത് ലോകത്തിന് വെളിപ്പെടുത്തണം, ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയതിൻ്റെ കാരണം എത്രത്തോളമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ അനേകരെ ഇത്തരം ചോദ്യങ്ങളിൽ കുഴങ്ങിക്കിടക്കുകയാണ്. പലർക്കും ഈ ചോദ്യത്തിന് ഉത്തരവില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർക്ക് ഒരുപക്ഷെ അതിനുള്ള ഒരു ശ്രമം അവർ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ യേശുക്രിസ്തു എന്നേക്കുമുള്ള ബലി അവൻ അർപ്പിച്ചു. ഹെബ്രായ ലേഖനം അതിൻ്റെ 10ാം അധ്യായം അതിൻ്റെ 10ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ശരീരം ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു റിപ്പറ്റേഷൻ്റെ ആവശ്യമുണ്ടോ? അനുദിനം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇനി ആവശ്യമില്ലാത്തത്? എന്താണ് തുടരേണ്ടത്? ഈ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത പഴയ നിയമബലി അനുദിനം അർപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആണ്ടുതോറും അർപ്പിച്ചുകൊണ്ടിരുന്ന പാപപരിഹാര ബലിയുണ്ട്. പാപപരിഹാരത്തിനല്ലാതെ വർഷം തോറും അർപ്പിക്കുന്ന ബലികളുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ബലികളുണ്ടായിരുന്നു. ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇത് ഏകമായി അവസാനിക്കുക തന്നെ ചെയ്തു. ആ ഒരു ബലിയല്ല ഇന്ന് ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമല്ല ഇന്ന് വിശുദ്ധ കുർബാനയിൽ അന്ത്യത്താഴ ബലിയിൽ ഒന്നും സംഭവിക്കുന്നത്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അർപ്പിച്ച ആ ബലി ഇന്ന് എനിക്ക് എങ്ങനെ സ്വീകാര്യമാകും? എത്രയോ തലമുറകൾക്ക് മുൻപ്, ഏകദേശം 20, 25, 30 തലമുറകൾക്ക് മുൻപ്, നമ്മുടെ 30 തലമുറകൾക്ക് മുമ്പെങ്കിലും യേശു അർപ്പിച്ച ആ ബലി ഇന്ന് ഈ 2025 ജീവിക്കുന്ന എനിക്ക് അത് എങ്ങനെ യോഗ്യമാകും? മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഹെബ്രായ ലേഖനം 9ാം അധ്യായം 19ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമന്ന ആട്ടിൻ രോമവും ഹീസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന് മേലുള്ള ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളുടെ മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തി നമുക്ക് പാപമോചനം തന്നു. പക്ഷേ അതിന് ഞാൻ ഭാഗവാക്കാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് ഭക്ഷിക്കുവിൻ, നിങ്ങളിത് പാനം ചെയ്യുവിൻ. നിങ്ങളുടെ പാപപരിഹാരത്തിനായി, നിങ്ങൾ നിത്യം ജീവിക്കുന്നതിനായി ഈ ശരീരവും ഈ രക്തവും പാനം ചെയ്യുവിൻ, ഭക്ഷിക്കുവിൻ എന്ന് യേശുവാണ് നമുക്ക് കൽപ്പന നൽകിയത്. വിശുദ്ധ മത്തായി സുവിശേഷം അതിൻ്റെ 26ാം അധ്യായത്തിൽ 26 മുതൽ 28 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി യേശു ഈ കൽപ്പന നമ്മുടെ മുൻപിൽ പറയുന്നു. മത്തായി മാത്രമല്ല, മർക്കോസും ലൂക്കോസും 3 സുവിശേഷകരും, ആദ്യ 3 സുവിശേഷകരും വളരെ വ്യക്തമായി ഈ ശുശ്രൂഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് മർക്കോസ് 14ൻ്റെ 22 മുതൽ 24 വരെ വാക്യങ്ങൾ, ലൂക്കാ സുവിശേഷം 22ാം അധ്യായത്തിൽ ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് 3 സുവിശേഷകരും വ്യക്തമായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ യോഹന്നാൻ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ മുൻപിൽ പറയുന്നത്. യോഹന്നാൻ ഈ 3 സുവിശേഷങ്ങളിലും വിശുദ്ധ ബലിയെക്കുറിച്ച് അല്ലെങ്കിൽ അന്ത്യകുദാശയെക്കുറിച്ച് വ്യക്തമായി ഒരു മുഴുവൻ കാര്യങ്ങളും യേശു പറഞ്ഞു തന്നത് എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തെ യോഹന്നാൻ വിവരിക്കുകയാണ്. അവിടെ യോഹന്നാൻ 6ാം അധ്യായം 48ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ജീവൻ്റെ അപ്പമാണ്,
നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യേശു വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ബോധ്യം നൽകുകയാണ്. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം, യേശുവിൻ്റെ രക്തം പാനം ചെയ്യണം. ഇത് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, പഴയ നിയമത്തിൽ രക്തം പാനം ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് കൽപ്പന കൊടുത്തു. ആ കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് രക്തം പാനം ചെയ്യരുത്, കാരണം രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. ഇന്ന് ഞാൻ നിത്യം ജീവിക്കേണ്ടതിന് എനിക്ക് എവിടെ നിന്ന് രക്തം കിട്ടും? എനിക്ക് എവിടെ നിന്ന് ശരീരം കിട്ടും? യേശുക്രിസ്തു അതാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ച് എനിക്ക് വേണ്ടി, സകല വ്യക്തികൾക്കും വേണ്ടി അവൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് വേണ്ടി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് അന്ത്യത്താഴ ബലി. ഞാൻ വീണ്ടും വരുന്നത് വരെ നിങ്ങളിത് അനുവർത്തിക്കുമെന്ന് കർത്താവ് യേശു മിശിഹ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇവിടെ വ്യക്തമായിട്ട് യേശു പറയുന്നു, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷിക്കാതെ നമ്മളെങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കും? ഇത് നമ്മൾ പാനം ചെയ്യാതെ എങ്ങനെ എൻ്റെ പാപപരിഹാര ബലി എന്നിലേക്ക് അത് വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അനുദിനം അർപ്പിക്കുന്നത് ഒരിക്കലും പഴയ നിയമത്തിൽ അർപ്പിച്ച, ലേവി പുരോഹിതർ അർപ്പിച്ച, അഹ്റോനും അവരുടെ പിൻഗാമികളും അർപ്പിച്ച മൃഗബലിയല്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശി തറക്കുകയല്ല. യേശു സ്ഥാപിച്ച ആ പുതിയ ഉടമ്പടിയുടെ പുനരാവിഷ്കരണം, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മളിലേക്ക് കടന്നു വരുന്നതിന് ദൈവം ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണ്. അതിന്നും തുടരുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷം വ്യക്തമായിട്ട് പറയുകയാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇത് ആശയപരമായി എടുത്താൽ മതി, അല്ലെങ്കിൽ വ്യാഖ്യാനപരമായി എടുത്താൽ മതി. ഇതൊരിക്കലും യാഥാർത്ഥ്യമായി യേശുവിൻ്റെ ശരീരമോ രക്തമോ അല്ല. അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി യേശു പറഞ്ഞതാണ്, അല്ലെങ്കിൽ വചനമാകുന്ന ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ വചനത്തിൽ വ്യക്തമായിട്ട് യേശു വീണ്ടും താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായെന്നാണ് പറയുന്നത്. അവൻ്റെ ശരീരം എങ്ങനെ നമുക്ക് ഭക്ഷിക്കാൻ തരും? ഇത് വലിയൊരു തർക്കവിഷയമായി. ശിഷ്യന്മാരുടെ ഇടയിൽ ഇടർച്ചയുണ്ടായി, യഹൂദരുടെ ഇടയിൽ ഇടർച്ചയുണ്ടായി. അനേക ഇടർച്ചയ്ക്ക് പാത്രമായ ഈ ഒരു ഉപദേശത്തിന് ശേഷം യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചനം നിൻ്റെ അടുത്തല്ലേ ഉള്ളത്. അതായത് ഇത്രയും പേർക്ക് ഇടർച്ച ഉണ്ടായിട്ടും, അനേകർ ഈ വചനങ്ങൾ കേട്ട് ഇടർച്ചയുണ്ടായി യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്നും മാറിപ്പോയിട്ടും, ഒരുപാട് യഹൂദർ ഇടർച്ച ഉണ്ടാക്കിയിട്ടും യേശു തിരുത്തി പറയാൻ കൂട്ടാക്കിയില്ല. ഒരുപക്ഷെ ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, യേശുവിന് അന്ന് വളരെ സിമ്പിളായിട്ട് പറയാമായിരുന്നു, മക്കളെ, എടാ ഇത് എൻ്റെ ശരീരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ഈ അപ്പവും ഈ വീഞ്ഞും എൻ്റെ ശരീരവും രക്തവും ആകുന്നതെന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരവും രക്തമാണെന്നല്ല, ഞാനത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് യേശുവിന് വ്യക്തമാക്കി കൊടുക്കാമായിരുന്നു. പക്ഷേ ശിഷ്യരിൽ ഒരു വ്യക്തിക്ക് പോലും, പോയ വ്യക്തിയെ തിരിച്ചു വിളിക്കാൻ പോലും യേശു കൂട്ടാക്കിയില്ല. ഇടർച്ചയുണ്ടായ ഒരൊറ്റ വ്യക്തിയെ പോലും കർത്താവ് യേശു മിശിഹ തിരിച്ചു വിളിച്ചതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അനേകം യേശുവിന് വിട്ടുപോകാനുള്ളൊരു പ്രധാനപ്പെട്ട ഉപദേശകരമായ കാര്യം ഇതായിരുന്നു. കാരണം ഇത് കൃപയുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് വ്യക്തമായിട്ട് യേശു പറയുകയാണ്. അവൻ പറഞ്ഞു, അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്കും സാധിക്കില്ല. കൃപയല്ലാതെ, പിതാവിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പല്ലാതെ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ യേശുവിന് പറഞ്ഞു കൊടുക്കാമായിരുന്നു, മക്കളെ, എടാ ഞാനിത് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ഇത് എൻ്റെ യേശുവിൻ്റെ ശരീരമൊന്നുമല്ല, അത് അപ്പമാണ്, അത് പാനീയമാണ്, നിങ്ങളൊരു ഓർമ്മയാചരണം നടത്തിയാൽ മതി. ഇത് യേശുവിൻ്റെ ശരീരരക്തമൊന്നുമല്ല, ഇതൊരു ഓർമ്മയ്ക്ക്, നിങ്ങൾ വല്ലപ്പോഴും കൂടി വരുമ്പോൾ ഒരു ഓർമ്മയ്ക്ക് നിങ്ങളിത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുള്ള രീതിയിൽ യേശുവിന് വ്യക്തമാക്കി കൊടുക്കാമായിരുന്നു. പക്ഷെ അനേക ശിഷ്യർ പോയിട്ടും യഹൂദർക്ക് ഇടർച്ചയുണ്ടാക്കിയിട്ടും യേശു ഈ ഉപദേശത്തിന് എന്ത് ചെയ്തില്ല? മറ്റൊരു വ്യാഖ്യാനമോ ഒന്നും കൊടുത്തില്ല. 1 കൊരിന്തോസ് അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗവാക്കിത്തമല്ലേ. അതായത് ഇന്നും പൗലോസ് അപ്പോസ്തലൻ വർഷങ്ങൾക്ക് ശേഷം ആശീർവദിക്കുന്ന അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്തമല്ലേ എന്നാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്തമല്ലേ? കൃത്യമായിട്ട് അത് യേശുവിൻ്റെ രക്തം തന്നെയാണെന്ന് അപ്പോസ്തലൻ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. അതിലേക്കല്ലേ, അതിൻ്റെ ഭാഗമല്ലേ
എന്ന് അപ്പസ്തോലൻ ചോദിക്കുക. വീണ്ടും അടുത്ത വാക്യം നമ്മളിങ്ങനെ കാണുന്നത്, നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ. ഇതിൽ കൂടുതൽ എന്ത് വ്യാഖ്യാനമാണ് നമുക്കതിന് വേണ്ടത്? അതായത് യേശു മരിച്ച് ഉയർപ്പിക്കപ്പെട്ട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അപ്പസ്തോലനായ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തൻ്റെ ദൈവീകമായ വെളിപ്പാടുകളിൽ നിന്ന് ലഭിച്ച വ്യക്തമായ കാര്യം അപ്പസ്തോലൻ വെളിപ്പെടുത്തുകയാണ്. ഇത് ക്രിസ്തുവിൻ്റെ ശരീരവും ഇത് ക്രിസ്തുവിൻ്റെ രക്തവും തന്നെയാണ്. അത് അങ്ങനെയൊന്നുമല്ല, അത് അപ്പം മാത്രമാണെന്നേ, അത് വെറുതെ രക്തമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതിയെന്നേ, അതൊരു ആശയപരമായി ചിന്തിച്ചാൽ മതിയെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ച് നമ്മൾ എന്തിനാണ് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? അപ്പോൾ ഇവിടെ പഴയ നിയമ ബലിയല്ല പിന്നീട് അർപ്പിക്കപ്പെടുന്നത്. എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാക്കാകാൻ വേണ്ടി, രക്ഷയിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടി നമ്മളിലേക്ക് നൽകുന്ന ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മൾ നേരത്തെ ഹെബ്രായ ലേഖനം തന്നെ വ്യക്തമായിട്ട് മോശയുടെ കൽപ്പനയിൽ ചെയ്ത കാര്യം കണ്ടു. ജനങ്ങളുടെ മേൽ തളിക്കുന്നു, അത് പ്രധാനപ്പെട്ട എല്ലാ വസ്തുക്കളുടെ മേലും തളിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മേൽ തളിക്കപ്പെടണം ആ രക്തം. ഞാൻ ആ രക്ഷയുടെ ഭാഗഭാക്കാകണമെങ്കിൽ അത് എൻ്റെ മേൽ തളിക്കപ്പെടണം. എൻ്റെ മേൽ തളിക്കപ്പെടണമെങ്കിലോ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൽ അത് തളിക്കപ്പെടണം. ആ സമാഗമന കൂടാരത്തിൻ്റെ പുറത്ത് അതിൻ്റെ വിരികൾ മാറ്റി അതിൻ്റെ അകത്തോട്ട് തളിക്കുമ്പോൾ എൻ്റെ സമാഗമന കൂടാരം ഇന്ന് എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതി വച്ചിരിക്കുന്നത്. ആ കൽപ്പനകളിലേക്ക് കൂടെ തളിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നീ രക്തം ഭക്ഷിക്കണം. പഴയ നിയമത്തിൽ രക്തം ഭക്ഷിക്കരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീ രക്തം ഭക്ഷിക്കണം. കാരണം അത് ഇന്നറിലേക്ക് ചെല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ ഹെബ്രായ ലേഖകൻ തന്നെ വെളിപ്പെടുത്തുക. പക്ഷേ ഇന്നും ആളുകൾക്ക് സംശയമാണ്, എന്തിനു വേണ്ടി ഈ ബലി അർപ്പിക്കപ്പെടുന്നു? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരിക്കൽ അർപ്പിച്ചപ്പോൾ അതെല്ലാം പൂർണ്ണമായില്ലേ? അതിൽ അപൂർണത ഉണ്ടായിട്ടല്ല പിന്നീട് അർപ്പിക്കപ്പെടുന്നത്. നമ്മൾ യേശയ്യാ പ്രവചനം അതിൻ്റെ 53-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 53-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. അതായത് യേശുവിൻ്റെ കാൽവരി ബലി ഇന്ന് 25 തലമുറ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 2025 നമ്മൾ എത്തുമ്പോൾ, ഇത്രയും തലമുറ കൈമാറി ഇങ്ങോട്ട് എത്തുമ്പോൾ അത് എന്നിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്, സന്തതി പരമ്പരയെ കൂടി കണ്ടിട്ടാണ്. അതായത് സർവ്വതലമുറയും കണ്ടിട്ട് ആ അവനിലേക്ക് വരെ ആ ശരീരവും രക്തത്തിൻ്റെ ഭാഗമാക്കാകേണ്ടതിന് ആ അന്ത്യത്താഴ ബലി ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാക്കാകാൻ ദൈവം നമുക്ക് കൃപ നൽകി, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയുമാണ്. ഇത് കൃപ ലഭിച്ചാലല്ലാതെ ഇത് മനസ്സിലാകത്തില്ല, ലഭിക്കാത്തവർക്ക് ഇത് സംശയമായിട്ട് മാറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് സംസാരിച്ചത്, ആ ഒരു സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ചില സംശയങ്ങളായിരുന്നു. എന്തിനാണ് പൗരോഹിത്യം, എന്തിനാണ് അനുദിന ബലിയർപ്പണം അല്ലെങ്കിൽ ഞായറാഴ്ച തോറുമുള്ള ബലിയർപ്പണം, അതുപോലെ എന്തിനാണ് നമ്മൾ പുരോഹിതരുടെ സന്യസ്തം, അതായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായൊരു കാര്യമാണ്, നമ്മുടെ അച്ഛന്മാരൊക്കെ വിവാഹം കഴിക്കണം, എന്തിനാണ് സന്യാസം, അതിൻ്റെ ആവശ്യമില്ല, വിവാഹം കഴിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയം അടുത്ത ദിവസം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. അപ്പസ്തോലനായ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷകർ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു എന്താണ് വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ ഈ പറയുന്ന അന്ത്യത്താഴ ബലി എന്താണെന്ന് വ്യക്തമായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യോഹന്നാൻ അതിൻ്റെ പശ്ചാത്തലം പറയുന്നു, അതിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അനേകർ വിട്ടുപിരിഞ്ഞു പോയ കാര്യം പറയുന്നു. അവിടെ ഒന്നും ഒരു വ്യാഖ്യാനം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. ഇതെല്ലാം ഇരിക്കെ കർത്താവ് നമുക്ക് വ്യക്തമായി ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുകയെ ഇത് വീണ്ടും വീണ്ടും നടത്തുമ്പോൾ വീണ്ടും ആ ബലി അർപ്പിക്കുകയോ യേശുവിനെ ക്രൂശി തറയ്ക്കുകയോ അല്ല ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ ഭാഗഭാക്കാകുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 27 മുതൽ വാക്യങ്ങളിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യമാണ്, യേശുവിൻ്റെ ശരീര രക്തങ്ങൾ അയോഗ്യതയോടുകൂടി ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയോഗ്യതയോടുകൂടി ഭക്ഷിച്ചാൽ അത് അവൻ്റെ മരണത്തിനും രോഗത്തിനും അനേക പ്രതിസന്ധികൾക്കും കാരണമാകുമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ആശയപരമായി ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് വ്യാഖ്യാനങ്ങൾ നമ്മൾ എടുക്കുകയാണെന്ന് വയ്ക്കുക. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഇത് ശരീരമൊന്നുമല്ല, ഇത് ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ, ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ അത് അയോഗ്യതയോട് ഭക്ഷിച്ചാൽ എങ്ങനെയാണ് അത് അവൻ്റെ മരണത്തിൻ്റെ കാരണമാകുന്നത്? അതൊരു ഓർമ്മ മാത്രമല്ലേ? എന്നാൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളാണെങ്കിൽ അല്ലേ അവിടെ ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ, ഈ ഒരു പ്രതിസന്ധി വരുന്നുള്ളൂ, മരണത്തിന് കാരണമാകുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അയോഗ്യതയോടുകൂടിയുള്ള ബലിയാണ് അല്ലെങ്കിൽ അർപ്പണമാണ് ഇവനെ രോഗിയാക്കിയതെന്ന് ഇപ്പുറത്ത് പ്രസംഗിക്കുകയും ചെയ്യും. തൊട്ടപ്പുറത്ത് വന്നിട്ട് പറയുകയാണ് അത് ഓർമ്മ ആചരിച്ചാൽ മതി എന്ന് പറയുന്നത്. അതൊരു നമ്മൾ എന്ത് സ്റ്റാൻഡാണ് അവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പുരോഹിതൻ മാത്രം അർപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. നമ്മളതിലേക്ക് വരാം. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ്
ഞാൻ പണ്ട് വായിച്ചതുമായിട്ടുള്ള സകല ടെക്സ്റ്റുകളും ഒന്നും കൂടി ഞാനിന്ന് റിവൈൻഡ് ചെയ്തു. പ്രത്യേകിച്ച് സഭയുടേതായിട്ടുള്ള കുറേ പുസ്തകങ്ങൾ ഒന്നും കൂടി മറച്ചു നോക്കി. കാരണം നമ്മളൊരു കാര്യം വീഡിയോയിൽ പറയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ആധികാരികമായിട്ട് ഞാൻ എല്ലാ രീതിയിലുള്ള തിയോളജിക്കൽ ടെക്സ്റ്റുകളും കുറച്ച് ബുക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കാത്തലിക് തിയോളജിയിൽ പല കാര്യങ്ങളും പറയുന്ന വിഷയങ്ങളിൽ ചില ബുക്കുകളിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളിലൂടെയാണ് അത് പോകുന്നത്. എനിവേ, അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ സംഭവം, ഞാൻ ആ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴോട്ട് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശരീരവും രക്തവും അർപ്പിക്കപ്പെടുന്ന കാര്യം ഇവിടെ ഉണ്ടായിട്ട് ശരീരം മാത്രമല്ലേ നമുക്ക് നൽകുന്നുള്ളൂ, രക്തം നമുക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നൊരു കാര്യം ഇതുപോലെ തന്നെ പലരുടെയും സംശയമാണ്. അപ്പോൾ ആ സംശയത്തിനുള്ള മറുപടിയും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഞാൻ ഇങ്ങനെയാണ് വായിച്ചു വരുന്നത്. അതായത് ശരീരത്തിൽ രക്തം കൂടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വിരൽ മുറിക്കുകയാണെങ്കിൽ ആ വിരൽ മുറിച്ച് കഴിഞ്ഞാൽ അവിടെ ശരീരം മാത്രമല്ലല്ലോ, അതിൻ്റെ അകത്ത് രക്തമില്ലേ. എന്നോടൊരു അച്ഛൻ പറഞ്ഞ എക്സ്പ്ലനേഷനും കൂടി അത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, കർത്താവ് വിശ്വമിശയ്ക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നു ഈ ശരീരം മുറിച്ചാൽ രക്തം വരുമെന്നുള്ളത്. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു? ഇതെന്തിനാ ഈ രണ്ടും എടുത്തെടുത്ത് പറഞ്ഞത്? അതെന്തിനാ മത്തായും മർക്കോസും ലൂക്കോസും എടുത്ത് പറഞ്ഞത്? അതെന്തിനാ പൗലോസ് പിന്നെയും പറഞ്ഞത് ഇത് രണ്ടും വേണമെന്ന് പറഞ്ഞത്? എന്നിട്ട് ഇത് രണ്ടും ഉണ്ടായിട്ട് അവസാനം ആ പുസ്തകത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ചില പെന്തക്കോസ്ത് സഭകൾ ചോദിക്കുമ്പോൾ, അനുദിന ബലി അർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചത്, ഒരുവൻ അവൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഒരു വിരലെടുത്ത് ഉയർത്തി കാണിച്ചിട്ട് ഇതെൻ്റെ വിരലാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട, അത് വിരൽ തന്നെയാണ്. ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്. അപ്പോൾ യേശു ശരീരമാണെന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടി നൽകേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതൊക്കെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുമ്പോഴും വ്യാഖ്യാനിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ബോധിപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴും തൊട്ടപ്പുറത്ത് രക്തം നമുക്ക് ലഭിക്കുന്നില്ല. ഞാൻ പറയുന്ന ഓരോ ക്രിസ്ത്യാനിക്കും അവകാശപ്പെട്ടതാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ. അത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവില്ലായ്മയാണ്. നമ്മളത് ചോദിക്കണം, എനിക്കത് നേടിയേ തീരൂ. കാരണം യേശു കൃത്യമായിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അപ്പോൾ ശരീരവും രക്തവും നമുക്ക് നൽകണമെന്ന് ക്രിസ്തുവിൻ്റെ ഒരു ഉദ്ദേശമാണ്. ഞാൻ ആ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, അതായത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. അതായത് വീഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുക സാധ്യമാണ്, എന്നാൽ അപ്പം താഴെ വീണാലും അത് മോശപ്പെടാതെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നൽകാത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴേ അവിടെ ബലിപീഠത്തിൻ്റെ നടുവിൽ പോലും അത് സംഭവിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞേക്കാം, ബലി അർപ്പിക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി കൂടി അത് ഭക്ഷിക്കുന്നുണ്ട്, പാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണത അതിൽ തന്നെ ലഭിക്കുമെന്ന് ഒരു മുട്ടായുക്തി പോലെ എനിക്ക് തോന്നിയത്. കാരണം ആ പുരോഹിതനും ഞാനും എങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ 2000 വർഷം മുമ്പ് ഒരു പ്രാവശ്യം അർപ്പിച്ച ബലിയിൽ തന്നെ നമുക്കത് സാധ്യമാണെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ തന്നെ പറയാമല്ലോ. അതായത് വ്യാഖ്യാനിച്ച് പെന്തക്കോസ്ത് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പോയി അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി നമ്മൾ എഴുതി വയ്ക്കുന്ന ന്യായീകരണങ്ങൾ പോലും അവരെക്കാൾ തരം താന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സഭയിലെ ഓരോ വ്യക്തികൾക്ക് അവകാശപ്പെട്ടതാണ്. നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്. അത് ചോദിക്കണം, എനിക്കത് കിട്ടിയേ തീരൂ. ഇതേ ഒരേ പന്തിയിൽ തന്നെ 2 തരത്തിലുള്ള വിളമ്പൽ നമ്മൾ അനുവദിക്കരുത്. അതായത് ആ പുരോഹിതനും ഞാനും, ആ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷ പൗരോഹിത്യമാണുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും പൗരോഹിത്യവും, അതായത് നമ്മൾ രാജകീയ പുരോഹിത ഗണം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ ഒരു നാമത്തിൽ ചേർന്ന് ഒരുമിച്ച് ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയിൽ എല്ലാവരും ഈക്വലാണ്. അവനും നമ്മളും ലോകം മുഴുവനും അത് അവകാശമാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അത് ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്. അത് നമ്മളത് ചോദിച്ചു വാങ്ങാൻ നമ്മൾ പുരോഹിതരോട്, നമ്മുടെ ഇടവക ദേവാലയത്തിലെ വ്യക്തികളോട് നമ്മൾ പറയണം, ഞങ്ങൾക്കത് കിട്ടിയേ തീരൂ എന്ന് പറയാൻ ഒരു 5 പേര് മുന്നോട്ട് വന്നാൽ, ഒരു 10 പേര് മുന്നോട്ട് വന്നാൽ ഞാൻ പറയുന്നു എല്ലാവർക്കും അത് ലഭിക്കുക തന്നെ ചെയ്യും. പ്രായോഗിക ബുദ്ധിമുട്ട് ദൈവം പറഞ്ഞ ഈ രക്ഷയുടെ കാര്യത്തിലല്ല, ബാക്കി എന്തൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഒരു ദേവാലയത്തിൽ ഒരു പെരുന്നാൾ കാണിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആരാധനകളും മറ്റു കാര്യങ്ങളും കാണിക്കുമ്പോൾ എന്തൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും എന്തൊക്കെ അബദ്ധങ്ങളും കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ അവിടെയൊന്നും ഈ പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞ് ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ യേശു പറഞ്ഞ് ഏറ്റവും മർമ്മപ്രധാനമായ കൽപ്പനയിലാണ് ഇവർ ഈ പ്രായോഗിക ബുദ്ധിമുട്ട് പറയുന്നത്. ഒരു പുരോഹിതന് ഇത് രണ്ടും കൂടി കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ ന്യായീകരണങ്ങൾ ഇതിന് മുമ്പിൽ വെക്കാമോ അതെല്ലാം വെച്ചുകൊണ്ട് ഇതിനെന്ത് ചെയ്യുന്നു, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ 2 തട്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവൃത്തി തികച്ചും ചിന്തിക്കേണ്ട പ്രവൃത്തിയാണ്, എതിർക്കേണ്ട പ്രവൃത്തിയാണ്. നമ്മുടെ ശബ്ദം അതിനെതിരെ ഉയരണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ബലിയിൽ നമ്മൾ ഓരോരുത്തരും ഭാഗഭാക്കാകാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ നാമത്തിൽ.